നമ്മുടെ മധു മുല്ലശ്ശേരിയെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. CPM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെതാണ് തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. മധു മുല്ലശ്ശേരി പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. റിനു സീതർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു സീതർ, അല്പസമയം മുമ്പാണ് മധു മുല്ലശ്ശേരി സംസാരിച്ചത്. എല്ലാം കഴിഞ്ഞുപോയി എന്നും മധു മുല്ലശ്ശേരി പറഞ്ഞതൊരു പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം കൂടി അറിഞ്ഞുകൊണ്ടാവും മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്താണ് റിനു സീതർ? അരുൺകുമാർ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി വി ജോയി വാർത്താക്കുറിപ്പ് ഇറക്കിയത്. മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള മധു മുല്ലശ്ശേരിയെ CPM നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. പാർട്ടിയെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു, പാർട്ടി തത്വങ്ങൾ അംഗീകരിക്കാതെ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയതയിലേക്ക് തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി ഈ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ഒരു ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ മധു മുല്ലശ്ശേരി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു. ഇതിനെതിരെ ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വി ജോയ്ക്ക് നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി പാർട്ടി ഒരു അനുമതി നൽകുകയും ചെയ്തു. വി ജോയി മധു മുല്ലശ്ശേരിക്കെതിരെ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും അത്തരമൊരു കാര്യത്തിൽ തീരുമാനമാവുക. എന്തായാലും മധു മുല്ലശ്ശേരിയെ പുറത്താക്കിക്കൊണ്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. നിലവിൽ ഇന്ന് 11 മണിക്ക് മധു മുല്ലശ്ശേരി BJPയിൽ ചേരുമെന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. BJPയുടെ നേതാക്കൾ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി പ്രാഥമിക അംഗത്വത്തിലേക്ക് ക്ഷണിക്കുമെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് CPMന്റെ പ്രാഥമിക അംഗത്വം BJPയിലേക്ക് പോകും. ആ കുടുംബം മുഴുവൻ BJPയിലേക്ക് പോകുമെന്നാണ് മധു മുല്ലശ്ശേരി പറഞ്ഞത്. തീർച്ചയായും അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മധു മുല്ലശ്ശേരിയെ പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ CPMന്റെ മംഗലപുരം ഏരിയ കമ്മിറ്റി അംഗമായി തുടരുന്ന ഒരു സാഹചര്യമാണ് മധു മുല്ലശ്ശേരി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയതോടുകൂടി അല്ലെങ്കിൽ പുറത്താക്കിയതോടുകൂടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ന് 2 മണിക്കാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗവും അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും വീണ്ടും ചേരും. അതിനുശേഷമായിരിക്കും മധു മുല്ലശ്ശേരി വി ജോയിയെ, അതായത് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. അത്തരമൊരു തീരുമാനം ഇന്നത്തെ ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും എടുക്കുക. അരുൺകുമാർ, അങ്ങനെ മധുവും പോയി BJPയിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മധു മുല്ലശ്ശേരി BJPയിലേക്ക് പോവുകയാണ്. കുടുംബത്തോടൊപ്പമായിരിക്കും BJPയിലേക്ക് പോവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 12 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും.